അപ്പം നമ്മളിന്ന് രാത്രി 11:15 ഈ ഫസ്റ്റ് ഈ എൻട്രോ എടുക്കുന്നത്. ലൈറ്റ് ഓക്കെ. അപ്പം സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും കൂടെ കൂർഗ് പോവാണ്. അപ്പം ഡേ 2 അല്ല വ്ളോഗ് 2 വാട്ടവർ അതാണ് സംഭവം. പോകുന്ന വഴിക്ക് കാണാം. ഓക്കെ. നമ്മളെ വണ്ടികൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെയൊന്നുമില്ല, ഇതാണ് നമ്മൾ ഇതിനാണ് പോകുന്നത് ഗൈസ്. അപ്പം മെയിൻ്റനൻസ് ക്ലീനിങ് ഒക്കെ ആയിട്ട് തുറന്നിട്ടതാണ്. ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഇവിടെ എല്ലാവരും ഉറങ്ങി. നമ്മുടെ വണ്ടിയതാ ഇതിനെപ്പറ്റി പറയാം. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ഞാൻ ഇത് മേടിച്ചത് 4 മാസമായി. ആൻഡ് ഞാനൊരു റെഡ് റോസ് റങ് വെച്ചു. നമ്മൾ വൈത്തിരുത്തി ഗായ്സ്. വണ്ടിയിൽ കാറ്റടിക്കുകയാണ്, പെട്രോൾ അടിച്ച് അങ്ങനെ രാവിലെ ഒരു ചടപ്പാണ്. സ്നാപ്പൊന്നുമല്ല, വ്ളോഗിങ് ആണ്. നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇടാൻ പോവാ. യൂട്യൂബറാ? യാ, അപ്കമിങ് യൂട്യൂബർ. യാ. ഇത് മറ്റേ ടിബറ്റിയൻസിൻ്റെ മിനിയേച്ചർ സ്കെയിലാണ്. യെസ്, അവരിങ്ങോട്ട് കുടിയേറുന്നതിന് മുന്നുള്ള സ്കൾപ്ചേഴ്സ് ആയിരിക്കണം. ഇതാണ് സംഭവം. അപ്പോൾ നമ്മൾ ഉള്ളത് ഹാരങ്ങി ഡാമിലാണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. യൂട്യൂബ് ബ്രദർ, ആക്ച്വലി നല്ല സ്ഥലമാണ് കേട്ടോ. ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് അത്. ആക്ച്വലി നൈസ്. നമുക്കിങ്ങനെ കാണിച്ചു തരാൻ എങ്ങനെയായുള്ളൂ. ഓക്കെ, ഇതാണ് ഡാം. വലിയ ഡാമാണ് ഹറങ്ങി റിസർവോയർ. അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അവിടെ പോകാൻ പറ്റില്ല. ഇതിലെ ഇങ്ങനെ വന്നു. ആക്ച്വലി ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. നമ്മളിപ്പോൾ രാജാ സീറ്റ് എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. വിട്ട പോലെ മുകളിലത്തെ പരിപാടിക്ക്
Allah. ഓ ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. ഹലോ, കുട്ടൻ്റെ ബ്ലോഗിലേക്ക് ഞാനൊരു അതിഥിയായിട്ട് വന്നിരിക്കുകയാണ്. സ്പെഷ്യൽ ഗസ്റ്റ് ബ്രോ. ഒരിക്കലും അവസാനിക്കാത്ത ബ്ലോഗാണിത്. വന്നപ്പോൾ തൊട്ട് വീഡിയോ എടുക്കുന്നു. സബ്ജക്റ്റ് ഉണ്ടല്ലോടാ. കുട്ടൻ്റെ ഫോട്ടോ ഡൈനോസറൊക്കെ ഉണ്ട്. കുടിച്ചിരിക്കുന്നു, കുറഞ്ഞും കത്തിയൊക്കെ കുടിച്ചിരിക്കുന്നു. ഇങ്ങനെ ഓണാക്കി പിടിക്കുന്നതാണ്. This is actually good, no? Yeah. Look at the beauty of nature. I'll say the comment. Look at. So we are almost close to the sunset. What's the sun, by the way? Kutta? Suryan evade? Kutta? Disappointment ആണല്ലോ. Disappointment അല്ല. അവിടെ സണ്ണുണ്ട്, കാണുന്നില്ല. മക്കളൊക്കെ ഉണ്ട്. കുറച്ച് സൂം ചെയ്ത് ഫോട്ടോ എടുക്കട്ടെ. സോറി, രാത്രി സുടുസുട നല്ല ഡബിൾ ഓംലെറ്റ്, ഇതൊക്കെയാണ് വൈകിട്ടു. പിന്നെ ഫുൾ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് കൂർക്കിൽ. സോ ബാഡ്. ഞങ്ങൾ രാത്രി ഫുഡ് തപ്പി ഇറങ്ങിയതാണ് കൂർക്കിൽ. ആക്ച്വലി മടിക്കേരി യൂട്യൂബിക്കാണ് ആയി ഡൗട്ടാ. ഞാൻ മുന്നേ നടക്കുന്നു, ഞാൻ ബാക്ക് നടക്കുന്നു. തല തിരിഞ്ഞു അല്ലേ, ഇങ്ങനെ എടുക്കണം. സ്പൾബണം നഗരത്തിലൂടെ ഞങ്ങൾ നടന്ന് അകലുകയായിരുന്നു. അതാ വിദൂരതയിൽ ഞാനത് കാണുന്നു. ഞങ്ങൾ തേടി നടന്ന ഞങ്ങൾ തേടി നടന്ന അല്ല, ഇങ്ങനൊന്നും പറയല്ലേ, മോശമാണ് കേട്ടോ. വേറെ നാട്ടിൽ വന്നിട്ട് മറ്റേ എൻവിഡിയൻ്റെ ലോഗോ അതല്ലേ, അല്ലെ വെറുതെ പറഞ്ഞാ. എൻവിഡിയൻ്റെ ലോഗോ ഒക്കെ ഇട്ട് What's that Belize? സ്ഥലമാണോ അറിയില്ല.
എത്തിയിരിക്കുന്നു. ഒരു 20 കിലോമീറ്ററോളം ഓഫ് റോഡ് അല്ലാതെ നോർമൽ ട്രക്കിംഗ്, അതിനുശേഷം 4 കിലോമീറ്റേഴ്സോളം എന്താണ് ട്രക്കിങ്. വലിയ കുഴപ്പമൊന്നുമില്ല, ബൈക്കൊക്കെ വരും. ബൈക്കൊക്കെ വരില്ല. ഞാൻ ബൈക്ക് വരില്ലേ? ഇവിടെ വന്നിട്ട് ജീപ്പ് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം റിസ്കിൽ നിങ്ങളെ ബൈക്ക് എടുത്ത് കൊണ്ട് കയറുക. രണ്ടും നല്ല ഒരു ഐഡിയ ആയിരിക്കും. കാരണം ഇവിടെ പ്രൈസ് മോനെ ഞാൻ അവിടെ വരെ നടക്കണം. വേറെ വണ്ടിയൊന്നും കാണുന്നില്ല. ഇവിടെ നല്ല കാറ്റുണ്ട്. തുടക്കാലേ ഇവിടെ എത്തണം. നല്ല കാറ്റുണ്ട്, തണുപ്പ് കുഴപ്പമില്ല. ജലദോഷമൊക്കെ എന്താണ് വരും സമയത്ത്. രണ്ട് പാത്തുണ്ട്. ചൂസ് എനി ഓഫ് ദോസ്. ഡെസേർട്ട് പോയി.
എടാ വീട്ടിൽ ചെന്നിട്ട് സ്വസ്ഥമായിട്ട് നോക്കിയാൽ പോരെ. എനിക്കിപ്പം കാണാം. ഇല്ലെങ്കിൽ പറയുക സ്റ്റോറി പഠിക്കണം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് മടിക്കേരി ഫോർട്ടിലാണ്. ആരുതാന്ന് പറഞ്ഞൂടാ, ബട്ട് വലിയ ഫോർട്ട് പക്ഷെ ചെറുതാണ്, കമ്പാരിറ്റീവ്ലി ചെറുതാണ്. ലുക്സ് ഗുഡ്. So right now we are in Madikeri Madikeri Fort. Madikeri Fort. Madikeri Fort, and right now we have seen four beauties. Four beauties. One was white, black, pink. അതൊന്നും യൂട്യൂബിലിട്ടില്ല കേട്ടോ. Why? We can't disclose these information. Okay? But that was pretty. That was actually pretty. Not that. They. One was pretty. White was pretty. Black and white. No racism. I'm talking about the dress color, okay? Whatever it is, maybe it can be red or white, but black or white. But for me personally, I like the white more than the black. Actually, white was actually good. No, like He when being the racist person. I'm Yeah, not being the yeah. racist person. He's I'm saying the person he who likes the whites. I'm the person who loves after looking at the face. Got it? Got it? Got it. I'm the person who loves girls after looking at the face, not other. I know. He said white. So what? White. That means. White color dress. No. Not white color Now face. he's changing. Yeah. I'm not changing. I can show you if I find them. They left. They left. Mostly they left. ബ്ലാക്കിന്റെ ബ്ലോഗ് കയറ്റിയോ? ഓ നമുക്കൊന്നും പറഞ്ഞു തരുമല്ലോ. So after this we have a plan of. What? That's the problem. What's our plan after this? After this, we are going for the room. Room ഇരിക്കില്ലേ? And especially I need to mention about. We are going to a pub and No, like I would like to share my experience after coming to Coorg. Like we had a food of what was it? Atte. അട്ടി അക്കിരട്ടി. Akki roti. Actually, we had a lot of expectations for akki roti and ponkeri, right? It was പത്തിരി in our Yeah, നാട്. and that is a very common dish called patiri, which is available in two sizes. One is katipatri and other one is nice patri. Only difference is ഇത് തീയിലിട്ട് പൊരിച്ചെടുക്കുന്നു. അല്ല പൊരിച്ചല്ല ചുട്ടെടുക്കുന്നു. Yeah, it is grilled and fried. Fried ഇല്ലേ? പത്തിരി ഉണ്ട്, പത്തല് fried. Yeah, so we have more than two varieties of patiri in our hometown, so that's not very surprising for us. And the pork that we ate was not good as we expected, and the bill was actually good, right? More than More than expected. It was actually impressive. So from now I will give you the experience after going to the waterfalls and stuff. So bye. ഉള്ളത് അബ്ബേ വാട്ടർഫോൾസ്. ഭയങ്കര തിരക്ക റോഡൊക്കെ ഈ സമയത്ത് വന്നിട്ടും ഒരു ഉച്ച ടൈമാണ് എന്നിട്ടും ലൈക്ക് ഭയങ്കര തിരക്ക റോഡൊക്കെ. പക്ഷെ പാർക്കിങ്ങിന് സ്ഥലമുണ്ട് കേട്ടോ. ഞാൻ പാർക്കിങ്ങിന് സ്ഥലമുണ്ട്. Parking, yeah, they have a lot of space for parking, but the way to Abbey Falls is very congested. Can you hear any sound of waterfalls? No.
ഞാൻ കണ്ട വ്യൂ അനുസരിച്ചായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കുളിക്കാൻ പറ്റുമായിരുന്നു പണ്ട്. ബട്ട് നൗ ഇറ്റ്സ് ക്ലോസ്ഡ്. ബട്ട് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ആക്ച്വലി. അതെ ബ്രോ, ദാറ്റ്സ് സോ നൈസ്. അങ്ങോട്ട് അങ്ങനെ ഭയങ്കര തിരക്കാണ്. ചുറ്റും പാടാ. ഇതൊന്നും ഈ സമയത്ത് വന്നാൽ ഇറ്റ്സ് ബെറ്റർ ടു ബി ഹിയർ. ഇത് ഇത്രേ ഉള്ളൂ. സ്റ്റെപ്പ് കയറാൻ കഴിയില്ല. എന്നാലും ഇവിടെ ഒരു പാലുണ്ട്, പക്ഷെ അത് ബ്ലോക്കാണ്. ഇവിടെ സിപ്പ് ഉണ്ട്, അത് ഓൾ ദ വേ അപ്പ്. അവിടുന്ന് ഇങ്ങനെ വന്ന് ഇവിടെ എത്തും. നോട്ട് ബാഡ് ബട്ട് നമ്മളിപ്പോൾ ഇരിപ്പിലെത്തി. ഇവിടുന്ന് ആസ് പെർ മൈ നോളജ് ഇവിടെ നമ്മൾ കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ഇരിപ്പിൽ എത്താൻ ഒരു, അതായത് മടിക്കേരിയിൽ നിന്ന് ഐ ഗസ് 2 മണിക്കൂറോളം എടുത്തു. അല്ല, 2-2.5 മണിക്കൂർ. മൊത്തം ഒരു എത്ര കിലോമീറ്റർ ഉണ്ട്. എനിവേസ് റോഡ് നൈസാട്ടോ, പറയാതിരിക്കാൻ വയ്യ. വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമുള്ള റോഡല്ല. ഏതിലേ വരുമ്പോൾ അറിയോ, നമ്മൾ വന്ന വഴി ഏതേനോ എന്ന് ചോദിച്ചാൽ ഡൈവേർട്ട് ആയില്ലേനോ? വിരാജ്പേട്ടല്ലേ. ഞങ്ങൾ മടിക്കേരിയിൽ നിന്ന് വന്നപ്പം, അതായത് വന്ന വഴിയല്ല വന്നത്, ഞങ്ങൾ വിരാജ്പേട്ട് വഴിയാണ് വന്നത്. ആൻഡ് ഇറ്റ് വാസ് എ നൈസ്. അധികം വെയിലും അടിക്കില്ല. കുറേ എസ്റ്റേറ്റിന് നടുക്ക് കൂടെ അങ്ങനെ ഒരു വ്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലം. ഇനിയിപ്പം ഇതൊരു അമ്പലമാണെന്ന് തോന്നുന്നു. എനിവേസ് നമ്മളിവിടെ എത്തി. ഇനി നമുക്ക് ഇരിപ്പ് വാട്ടർഫോൾസ് എന്താ വലിയതൊന്നും ഇല്ല എന്നൊക്കെ നടക്കാണ്ടെന്നൊക്കെ കേൾക്കുന്നു. പോയി നോക്കാം. ഞാൻ വന്ന ടൈം ഭയങ്കര ഉച്ചയായി പോയി, ഒന്നും ചെയ്യാനല്ല. പക്ഷെ അപ്പോൾ നമുക്ക് മുകളിലെത്തി ബാക്കി കാഴ്ചകൾ നോക്കാം. ഓക്കെ.
ഇരുപ്പ് ഹിൽസ്. അപ്പം ഞങ്ങൾ ഇരിപ്പ് കയറാൻ തുടങ്ങി. വാട്ടർഫോൾസ് ഇവിടെ എൻട്രി പറഞ്ഞാ ഇന്ത്യൻസിന് 50ഉം ഫോറിനേഴ്സിന് 110ഉം. എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നൊന്നും മനസ്സിലായിട്ടില്ല. ഫോറിനേഴ്സ് വരുമ്പോൾ കുറച്ച് അധികം സ്പേസ് എടുക്കും. അതെ 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 അതെ. ഞങ്ങളിങ്ങനെ കയറിയത് സ്റ്റാർട്ടിങ് കുറച്ച് എന്തുണ്ട്, കുറച്ച് വെയിലുണ്ട്. പിന്നെ അങ്ങോട്ട് വെയിലില്ലാന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഭയങ്കര ഒരു ചൂടാണ്. എന്താ പറയാ, സസ്പീഷ്യസ് ആണ്. സസ്പീഷ്യസോ? ഇവൻ ബോർഡും അതുണ്ട് കേട്ടോ, അതുണ്ട്. അതായത് ലീഗലാണോ ഇല്ലീഗലായിട്ടാണോ വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു ഡൗട്ട്. ഗവൺമെൻറ് അല്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഗവൺമെൻറ് ആയിരിക്കില്ല അല്ലേ? 50 ആവശ്യമില്ല, കോൺഗ്രസിന് ആവശ്യമില്ല. ബീപ്പോൾ ഇത് അമ്പലത്തിൻ്റെ. ഇവിടെ കുളിക്കാട്ടോ. ഇതിപ്പം ഇത് ഇരിപ്പായിട്ടൊരു വെമ്പുണ്ട്, അടിയിലുള്ള സംഭവമാണ്. ഇവിടെ കുളിക്കാ. നൈസല്ലേ? നല്ല സുഖം. ഫേസ് ചെയ്യണത് പിന്നെ ഫേസ് ചെയ്തിട്ടില്ല. അതിൻ്റെ വെള്ളം
ഒരു തൂക്കുപാലം കയറി. ബട്ട് എന്തിനാണെന്നൊക്കെയോ ചെക്ക് ഡാം പോലത്തെ സംഭവമാണ്. അപ്പം ഞങ്ങൾ എവിടെ ഇരിക്കണേ? നമ്മളിപ്പോൾ ഇരിപ്പ് ഫോറസ്റ്റിൽ ഉള്ളൊരു മരത്തിൻ്റെ മുകളിൽ. ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് അബിയല്ലേ മെയിൻ. അപ്പോൾ ഈ മരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു മരം ഇവർ വെട്ടിയിട്ടിട്ടുണ്ട്, പക്ഷേ അത് കിടക്കുന്നത് വെള്ളം ഒഴുകി വരുന്നതിൻ്റെ മുകളിലായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇരിക്കാം. അതിനാണ് മരം വെട്ടിയിടുക എന്ന് പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വേറൊരു ഹൈലൈറ്റും കൂടി ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ബാലൻസ് ഒക്കെ തെറ്റി മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വീഴുകയാണെങ്കിൽ നേരെ കല്ലിൻ്റെ മുകളിലേക്ക് അടിപൊളിയായിരിക്കും. കല്ല് കണ്ടോ? ഈ കല്ലിൻ്റെ കാലനാകുന്നുണ്ട്. കുറേ നേരം ഞാനത് കാണുമ്പോൾ ട്രോമ അടിക്കുന്നുണ്ട്. വീണല്ലടാ, വിട്ടിട്ടാ? അല്ല, അതിനൊരു വീണ മരമാണ് കൈ. നമ്മൾ മുകളിലേക്ക് കയറണം എന്ന് ആലോചിച്ച് ഇവിടെ ഇരുന്നപ്പം അവിടെ ഉറച്ചുപോയി അല്ലേ? ഭയങ്കര സുഖം പിടിച്ചു. പിന്നൊന്നും ചെയ്യാല്ലേ നമുക്ക്. രാഹുലിന് ഇരിക്കണം എന്നില്ലേനും ആദ്യം. പക്ഷെ ഇവിടെ വന്ന് ഇരുന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് കൊണ്ടാൻ തോന്നില്ല. ഉണ്ടി ഉറച്ചു എന്ന് വേണമെങ്കിൽ പച്ച മലയാളത്തിൽ പറയാം. ഞാൻ So mostly this will be our last destination, and after this we will be going back to our home. But the two places that we visited without knowing the credibility was actually good. Actually the mountain, the forest. Previously we went to Madikeri Hills. The sunrise over there was actually good, and the Irippu waterfalls. More than that, the ambience of this place is like actually really pleasant. So that's it, yeah. Really soothing here. Yeah. Because of his English, I'm also forced to use my English medium, but still. God. ഇതിലൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ആൾക്കാർ. പക്ഷെ അവിടെ പോയി ഇരിക്കാം. ഗൈസ്, അപ്പം നമ്മൾ ഇരിപ്പിന്ന് ഇറങ്ങി നമ്മൾ പോവാണ്. ഇവിടുന്ന് ഇറങ്ങി ഇനി ഡെസ്റ്റിനേഷൻസ് ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഇനി എല്ലാം വിചാരിക്കുന്ന പോലെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ ടാനായി വെയിലടിച്ചിട്ട്. ആൻഡ് ഇനിയൊരു മന്തി കഴിക്കണം എന്നുണ്ട് വയനാട്ടിൽ നിന്ന്. നോക്കാം. ചോണ വണ്ടിയല്ലേ ഒക്കെ മാച്ച് അവിടെ ജീവിതം മാച്ചിങ് അല്ലേ. രാവിലെ ഭയങ്കര മോഫിനില്ലേ ഉറങ്ങിയനി അവിടെയൊക്കെ പാടം കാലം കാണാം.
ഇരിപ്പെന്ന് വന്ന് ഇപ്പോൾ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഇവിടെ ഒരു ഉണ്ണിയപ്പം ഫേമസ് ഉണ്ണിയപ്പത്തിൻ്റെ ഷോപ്പ് ഉണ്ട് പറഞ്ഞാൽ അവിടെ നിർത്തിയതാണ്. നല്ല ഉണ്ണിയപ്പം, നല്ല കട്ടൻ ചായ കേട്ടോ. ഇവിടെ വേണമെങ്കിൽ കട്ടൻ ചായ, ഒരു സ്വീറ്റ് സ്പോട്ട്. ട്രാവലൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്നിട്ട് പാട്ട്. നിങ്ങൾ കിട്ടിയില്ല. അങ്ങനെ നമ്മൾ എവിടെ എത്തി? നമ്മൾ തിരിച്ച് വൈറ്റ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങൾ വീണ്ടും കോഴിക്കോടിൻ്റെ മണ്ണിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. നമ്മൾ വൈറ്റ് ഹൗസ് അടിവാരത്താണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പം ഈ വൈറ്റ് ഹൗസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഫസ്റ്റ് പ്രീ പ്ലാൻഡ് ആയിരുന്നു. ലൈക്ക് വെൻ വി പ്ലാൻ ദ ട്രിപ്പ്, I personally wanted to have the dinner of the third day in White House. And as we planned, we reached here at on time, and we never faced any difficulties while coming to White House. Yeah, like the whole trip was like smooth. It is Proper smooth. So we never faced any sort of difficulties or any issues or some other kind of sort of fights or something like that. We never faced, right? Everything goes as planned. I guess better than as we planned. Yeah, better than we planned. And the two places was actually surprising for me. The one was the trekking and the other one was the Irikku waterfall. Yeah, Irikku waterfall. Yeah. So some more memories to add in our collection. Yeah. That's it. Bye. So അല്ല അങ്ങനെ നമ്മൾ ട്രിപ്പ് ഞാൻ ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി അങ്ങോട്ടൊന്നും കാണിച്ചു തരാനില്ല. നോർമൽ നാട്ടുപ്രദേശമാണ്. പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ പോണ വഴിയിൽ എന്തെങ്കിലും വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും അയക്കാം. അതും കൂടി ഉണ്ടാവുള്ളൂ. അപ്പം സയനോര.